കോലത്തുപാടം കോൾപ്പടവിലെ ഹൈ ലെവൽ കനാലിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നസീർ നിർവഹിച്ചു. 25 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അതും കോൾ കൃഷിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കൊക്കെ അറിയാം. നേരത്തെ കരുണേട്ടൻ സൂചിപ്പിച്ചതുപോലെ കർഷകർ കൃഷി ഇറക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഈ ജലസേചന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വലിയ തുക നീക്കി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പരിധിവരെ ഒരു ആശ്വാസം എന്ന നിലക്ക് നമുക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു സ്ഥിരം സംവിധാനത്തിലൂടെ ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഘട്ടങ്ങളിലായിട്ട് ഒരു 10 ലക്ഷം രൂപയും അതുപോലെ ഒരു 15 ലക്ഷം രൂപയും അത് രണ്ട് സോഴ്സ് ആയതുകൊണ്ടാണ് 2 പ്രൊജക്റ്റായിട്ട് വെക്കേണ്ടി വന്നത്. ഒന്ന് ഉൽപാദന മേഖലയിലുള്ള ഫണ്ടും ഒന്ന് CFC മേഖലയിലെ ഫണ്ടും വകയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ 2 പ്രൊജക്റ്റായിട്ടാണ്. എടപ്പാൾ, നന്നമുക്ക്, ആലങ്കോട് എന്നീ പഞ്ചായത്തുകളിലായി 700 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽകൃഷിക്ക് ആവശ്യമായ പ്രധാന ജലസേചന കനാലായ മൂച്ചിക്കൽ കനാലിനാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ആരിഫ നസീർ 25 ലക്ഷം രൂപ അനുവദിച്ചത്. വർഷാവർഷം ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OPF പ്രവീൺ, വാർഡ് മെമ്പർ ഫയാസ്, കോൾപ്പടവ് ജോയിന്റ് സെക്രട്ടറി KV കുഞ്ഞുമോൻ എന്നിവർ ആശംസകൾ നേർന്നു. കോൾപ്പടവ് സെക്രട്ടറിയും പെരുമ്പടപ്പ് മെമ്പറുമായ VV കരുണാകരൻ സ്വാഗതം പറഞ്ഞു. കോൾപ്പടവ് വൈസ് പ്രസിഡന്റ് PV ആലി നന്ദി പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ. ഈ റംസാനും വിഷുവും വിശ്വസ്തയുടെ 101 വർഷത്തെ പാരമ്പര്യം നൽകിയ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ബ്യൂട്ടി സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ.